എന്തിനാണ് നിങ്ങൾ അറിഞ്ഞ നമ്മളെ മേനുവിൻ്റെ പുതിയ വണ്ടി പുതുക്കൽ പരിഷ്കാരങ്ങളൊക്കെ വന്നിരിക്കുന്നു. വണ്ടി മോടി പിടിപ്പിക്കുക എങ്ങനെയാണെന്നൊക്കെ ഉള്ള പരിഷ്കാരങ്ങളൊക്കെ വന്നിരിക്കുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 ഉണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം എല്ലാം ഭയങ്കര സംഭവമാണ്. ജെൻസിന് വണ്ടി ഓടിക്കാനും പുതുക്കാനും പറ്റിയ സംരംഭങ്ങളാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെയാണ് നിങ്ങൾ ഞെട്ടുന്നത്. വണ്ടി ഓടിക്കുമ്പോൾ സ്റ്റിയറിങ് ഇടത്തെ കൈ കൊണ്ട് തിരിക്കാം, വലത്തെ കൈ കൊണ്ട് തിരിക്കാം. അത് പോലീസ് പിടിച്ചാലും കുഴപ്പമില്ല. രണ്ടാമത്തെന്ന് പറയുന്നത് ഗിയർ ഫ്രണ്ടിലോട്ട് ഓടുമ്പോൾ ഫസ്റ്റ് ഇടണം, ബാക്കിലോട്ട് ഓടുമ്പോൾ 4ാമത്തെ ഗിയർ ഇട്ട് ഓടണം, റിവേഴ്സ് ഗിയർ. പിന്നെ വേറൊരെണ്ണം വന്നിരിക്കണം. അതാണ് രാത്രി വണ്ടി ഓടിക്കുമ്പോഴേ 2 ഹെഡ്ലൈറ്റും കത്തിച്ചു വെക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അതാണ് ഹൈലൈറ്റ് രാത്രി വണ്ടി ഓടിക്കുമ്പോൾ. ചിലവന്മാർ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ ഈ ഹെഡ്ലൈറ്റ് കത്തിക്കൂലല്ലോ. പിന്നെ വേറൊരെണ്ണം കൂടെ ഉണ്ട്. ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ലൈറ്റ് അടിച്ച് അവൻ്റെ കണ്ണിൽ തന്നെ കാണിച്ചു കൊടുക്കണം. എന്തിനാണെന്നറിയോ? ഓൻ എവിടെയെങ്കിലും ഇടിച്ചു പോയി കിടന്ന് മരിക്കാൻ വേണ്ടിയിട്ട്. അത് 4ാമത്തെ നിയമം. പിന്നെ വണ്ടിയിൽ ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും വെക്കാനുള്ള അനുവാദവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജെൻസ് പിള്ളേർക്ക് ഇത് ഭയങ്കരം തന്നെ. വണ്ടി ഇനി എങ്ങനെ വേണമെങ്കിലും പുതുക്കി പണിയാം, പോലീസ് പിടിക്കില്ല. പക്ഷെ അതിനു മുമ്പ് ഈ ഒരു മൈരനെ എടുത്ത് തൂക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവും. കണ്ടു നോക്ക് ഏതാ ഈ മൈരന്. ഒറ്റ വാക്കിൽ കേരളത്തിന്റെ എൻടയർ പൊളിറ്റിക്സ് ഇങ്ങനെ എടുത്ത് അമ്മാനമാടിയ ഒരു മുതലാണ്. ഇലക്ഷന്റെ പീക്ക് ലെവലിൽ കേരളം എത്തി നിൽക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് നടത്തുകയാണ്. കേരളത്തിന്റെ യുവജനതയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു കാര്യത്തെ മുന്നിൽ നിർത്തിയിട്ട് പറയാണ്, മോഡിഫിക്കേഷൻ ഒരു പരിധിവരെ ഞങ്ങൾ അങ്ങ് അംഗീകരിച്ചു തരുമെന്ന് പറയുന്ന ഒരു ബോംബ് ഇടുന്നു. ആ ബോംബിൽ അങ്ങ് കത്തിച്ചാമ്പലാകുകയാണ്. യൂത്ത് മൊത്തം ഒരു 90% യൂത്തും VD സതീശനിലേക്ക് ഫോക്കസ് ചെയ്ത ഒരു പോയിന്റ്. ആ പോയിന്റ് ക്രിയേറ്റ് ചെയ്തെടുത്ത ഇദ്ദേഹത്തിന്റെ മെയിൻ തല, അത് എത്രത്തോളം ഉപകാരം ഉണ്ടാക്കിയ ഇലക്ഷനിൽ കോൺഗ്രസിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UDF എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻടയർ യൂത്തിന്റെ ഒരു സൗണ്ടായി VD മാറുന്ന ഒരു അവസ്ഥ. അനുവദിക്കുന്ന മോഡിഫിക്കേഷന്റെ പട്ടികയിലുള്ളത് സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, സ്റ്റിയറിംഗ് വീൽ കവർ, ഡാഷ് ക്യാം, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസറുകൾ, GPS ട്രാക്കർ, റൂഫ് കാരിയേജ് തുടങ്ങി സൺഫിലിം വരെയാണ്. ഈ പട്ടികയിലുള്ള പലതും ഇപ്പോൾ തന്നെ അനുവദിച്ചിട്ടുള്ളതാണ്. ഇതിനപ്പുറത്തേക്കുള്ള ഒരു രൂപ മാറ്റവും നിലവിലെ കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം സാധ്യമല്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. കണ്ടില്ലേ കാദർ കരിപ്പൊടി? ഇവനെ കാദർ കരിപ്പൊടി എന്നല്ല വിളിക്കണ്ട, ഇവനെ കാദർ അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എന്ന് വിളിക്കണം. ഈ മൈരം പറഞ്ഞതാണ് ഇലക്ഷന്റെ പിക് ടൈം, അവന്റെ കുഞ്ഞമ്മയുടെ പിക് ടൈം. മുരി സകല പിള്ളേരെയും പറ്റിച്ച നിന്റെ മൂഞ്ചിയ വീഡിയോ ആണ്. കണ്ട സതീഷ് തന്ന അണ്ണാക്കിലി ചെന്ന് വാ പൊളിച്ച് വെച്ചോട്. നിന്റെ അണ്ണാക്കടക്കം പൊട്ടിക്കുന്ന വീഡിയോ ആണ് തന്നിരിക്കുന്നത്. നിനക്ക് വണ്ടി പിക് ടൈം, അവന്റെ കുഞ്ഞമ്മയുടെ പിക് ടൈം. കാതർ ഓടും മരമൂരി മൈര കാതർ ഈ ഏറിയ കണ്ടോല് ഇനി മൂഞ്ചിയ വീഡിയോ ആയിട്ട് രവളെ കുത്തി പൊട്ടിച്ചാളെ ഓട്. ഉള്ളരെ വരെ ഊമ്പിച്ചു മൈരം വീഡിയോ ചെയ്ത് പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്, അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്, റിയലി അമേസിംഗ്.